ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്നൊരു ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റം വീഡിയോ ആണ്. നമുക്ക് സോളാർ ഉപയോഗിച്ചുകൊണ്ട് KSEBയുടെ സപ്ലൈ ഇല്ലാതെ അതിൽ യൂട്ടിലിറ്റി സിസ്റ്റത്തിൻ്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളൊരു വീട് റൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ സാധാരണ ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകൾക്ക് ഒരു 4 ബാറ്ററിയൊക്കെ വെച്ച് ചെയ്യുന്ന 5 kV സിസ്റ്റംസ് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു പഴയ ഒരു സിസ്റ്റം ചെറിയ രീതിയിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒരു റെഫറൻസ് കിട്ടത്തക്ക രീതിയിലുള്ള വീഡിയോ ആണ്, വലിയൊരു വീഡിയോ അല്ല. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമുക്കതിൽ 4 ബാറ്ററി അല്ലെങ്കിൽ 48 വോൾട്ടിൻ്റെ സിസ്റ്റം വരും. പിന്നെ നമുക്ക് അതിലൊരു 2000 വാട്ട്സിന് മുകളിലൊക്കെ സോളാർ പാനൽ കൊടുക്കേണ്ടി വരും. ഒരു 10 യൂണിറ്റൊക്കെ നമുക്ക് ആവറേജ് അതിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതാണ്. പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് പകൽ സമയത്ത് യൂസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ടോട്ടൽ കപ്പാസിറ്റിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റ് സിസ്റ്റങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ തുരുത്തുരെ കറണ്ട് പോകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസിൻ്റെയും ഓൺ ഗ്രിഡ് സിസ്റ്റംസിൻ്റെയും പ്രധാനപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പരാമർശിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കൺവീനിയൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വലിയ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് എപ്പോഴും ചെയ്യാൻ പോകുന്നതിൽ നല്ലത്. ഓൾറെഡി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഇൻവെർട്ടർ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പുതുതായിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അവിടെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ കൊടുത്ത് പോരുവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് കുറച്ച് അപ്ഗ്രേഡേഷനുള്ള സാധ്യതകൾ ആ സൈറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മളൊരു ഫുൾ വർക്ക് കംപ്ലീറ്റ് വർക്ക് ഇവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല. ചെയ്ത ചെറിയ 1-2 അപ്ഗ്രേഡേഷൻസ് മാത്രം ഒന്ന് കാണിക്കുന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രം നമ്മൾ കാണിക്കുകയാണ്. ഇപ്പോൾ സോളാർ ഇപ്പോൾ എല്ലാ മേഖലകളിലും ലോകമെമ്പാടും ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ സിസ്റ്റമെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ നല്ലൊരു ശതമാനം അല്ലെങ്കിൽ ഒരു 50% സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പരിസ്ഥിതിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. നമ്മൾ ഈ സൈറ്റിൽ വരുന്ന സമയത്ത് ഇങ്ങനൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒന്നാമത് നമുക്കിതിൽ KSEB ചാർജിങ്, ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പകൽ സമയത്ത് സോളാറിൽ നിന്നും രാത്രി KSEB എന്നൊക്കെ മിക്സ് ചെയ്ത് ചാർജ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. ഇപ്പോൾ ബാറ്ററി ഒരു സർട്ടൺ % താഴെ ആയി കഴിയുമ്പോൾ MPPTയുടെ കൺട്രോൾ അനുസരിച്ച് KSEBയിലേക്ക് ലോഡ് മാറുന്നില്ലായിരുന്നു, ഷട്ട് ഡൗൺ ആകുന്നു. അപ്സ്റ്റെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മുകളിൽ വന്ന് പിന്നെയും ഓഫ് ആക്കേണ്ട ആവശ്യകത ഒക്കെ വരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻ്റ് ആണ്, ഇൻവെർട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ്, നമ്മളത് സ്ഥിരീകരിച്ചു. അങ്ങനെ നമ്മൾ ആ ഇൻവെർട്ടർ മാറാനായിട്ടാണ് ആദ്യം തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മൾ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻവെർട്ടർ ചേഞ്ച് ചെയ്ത് അത് ഓൾറെഡി 5 kV ആയിരുന്നു. അതിൽ നിന്ന് മാറ്റി നമ്മൾ ലഗ്നോവിൻ്റെ തന്നെ 5 kV സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ഇൻവെർട്ടറിലേക്ക് മാറി. 48 വോൾട്ടാണ് സിസ്റ്റം. നമ്മൾ മുൻപ് ഒത്തിരി വീഡിയോകളിലൂടെ ഈ സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഏകദേശം 4000 വാട്ട്സ് വരെയൊക്കെ ലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ്. ഓൾറെഡി ഇവിടെ 4 ലെഡ് ആസിഡ് ബാറ്ററീസ് ഉണ്ടായിരുന്നു. അത് പഴയ ബാറ്ററി മാറി ഈ അടുത്ത് മാറ്റി വെച്ചതാണ്. പിന്നീട് നമ്മളിവിടെ 50 ആംപിയറിൻ്റെ ഒരു 48 വോൾട്ടിൻ്റെ MPPT, അതിപ്പോൾ നിയോൺ 50 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിൽ നമുക്ക് ലിഥിയം ലെഡ് ആസിഡ് സെലക്ഷൻ മോഡുകളൊക്കെ ഉണ്ട്. ഏകദേശം 3500 വാട്ട്സ് വരെയൊക്കെ സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ടൊക്കെ ഓപ്ഷനുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു MPPT ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ MPPTയും ഈ ഇൻവെർട്ടറും നല്ല സിങ്കിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 മോഡലുകളാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നല്ല കോമ്പാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാനും ഇനേബിൾ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. മഴക്കാലങ്ങളിലൊക്കെ ഗ്രിഡ് ചാർജിങ് ഒന്ന് ഓണാക്കി കൊടുത്താൽ ബാറ്ററിയുടെ ഗ്രാവിറ്റിയൊക്കെ ഒന്ന് സ്റ്റേബിളായി കിട്ടും. ബാക്ക് സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വലിയൊരു കൂളിംഗ് ഫാന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം 32 ആംപിയറിൻ്റെ ഒരു MCB, നല്ല വലിപ്പമുള്ള ടെർമിനൽ ബ്ലോക്കുകൾ, എല്ലാം വളരെ എവിഡൻ്റ് ആയിട്ട് വൃത്തിയായിട്ട് ഏതൊരു ഇലക്ട്രീഷ്യൻ വന്നാലും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പുകൾ. ഒരുപാട് ഓവർ കൺട്രോളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ആർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. പിന്നെ നമുക്കിതിൽ അത്യാവശ്യം ഒരു 3500-4000 വാട്ട്സ് വരെയൊക്കെ ലോഡ് ചെയ്യാം. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാനലിൻ്റെയൊക്കെ കപ്പാസിറ്റി, ബാറ്ററിയുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും വളരെ നല്ലൊരു സിസ്റ്റമാണ്. നമ്മൾ ഒത്തിരി സൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓൺ സൈറ്റ് സർവീസ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് DSP ബോർഡാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പാർട്ടുകൾ ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾ നിലവിൽ 160 ബാറ്ററികൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. 3500 വാട്ട്സാണ് MPPTയുടെ കപ്പാസിറ്റി. ഭാവിയിലേക്ക് നമുക്ക് ലിഥിയം ബാറ്ററിയിലേക്കൊക്കെ ഈസി ആയിട്ട് മാറാം. കാരണം MPPT നമുക്ക് ലിഥിയം കോമ്പാറ്റബിൾ ആണ് ചാർജിങ്. അതുപോലെ തന്നെ 48 വോൾട്ട് പാക്കേജൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ MPPTയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ 165 വോൾട്ട് VOC സപ്പോർട്ട് ചെയ്യും. നമുക്ക് 3 പാനലുകളുടെയൊക്കെ 3 സ്ട്രിങ് വരെയൊക്കെ പാരൽ ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 50 ആംപിയറാണ് MPPTയുടെ കപ്പാസിറ്റി വരുന്നത്.
ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. വളരെ കൃത്യമായിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഓൺ ഓഫ് ബട്ടണാണ്. ഈ പുഷ് ബട്ടൺ പോലത്തെ സ്വിച്ചുകളൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഫിസിക്കൽ നോർമൽ സ്വിച്ചസ് ഒക്കെ ആകുമ്പോൾ ഓൺ ഓഫ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഡിസ്പ്ലേയിൽ അത്യാവശ്യം ഡബിൾ ലൈൻ ഡിസ്പ്ലേ ആണ്, കാര്യങ്ങൾ അറിയാം. പിന്നെ നമുക്ക് സോളാർ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി സോളാറിൻ്റെ ഒരു റേഡിയേഷൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്. സോളാർ സ്വിച്ച് ഓൺ ആണെങ്കിൽ അത് തെളിഞ്ഞു കിടക്കും. നിലവിൽ ഇവിടുത്തെ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന കണ്ടീഷൻ വളരെ മോശമാണ്. 335 വാട്ട്സിൻ്റെ 6 പാനലുകളാണ്, 6 പോളി ക്രിസ്റ്റലൈൻ പാനൽസാണ്. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് പോലും നമുക്കൊരു 1200 വാട്ട്സ് പോലും കഷ്ടിച്ച് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും 4 ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് അത്രയും പാനൽ വളരെ കുറവാണ്. ഒരു 4 യൂണിറ്റ് കൂടുതലൊന്നും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ഷെയ്ഡൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ പാനൽ മാറ്റി സ്ഥാപിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പൊസിഷനൊക്കെ മാറ്റി 3-4 പുതിയ പാനലൂടെയൊക്കെ ആഡ് ചെയ്ത് സിസ്റ്റത്തെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പക്ക ഓഫ് ഗ്രിഡ് 5 kV സിസ്റ്റമായി മാറുകയും അവരുടെ വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ഉപയോഗം അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോകൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും മറ്റു വീഡിയോകൾ എടുത്ത് കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ സോളാർ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് താല്പര്യമുള്ള ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപ്ഡേഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വീഡിയോസോ ആയിട്ട് നമുക്ക് ചാനലിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.